നമസ്കാരം. പലപ്പോഴും വലിയ വലിയ ഭാഗ്യങ്ങൾ തേടി വരുന്നത് ചില നല്ല ദിനങ്ങളിലാകും. ഈ വിഷുദിനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു. ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും. ലോട്ടറി ഭാഗ്യം തേടി വരും ഈ നക്ഷത്ര ജാതകരെ. ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടും. ദുഃഖ ദുരിതങ്ങൾ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അങ്ങനെ സർവൈശ്വര്യം വന്നു ചേരുന്ന, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വലിയൊരു അവസരം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ്. വിഷുദിനത്തിൽ ഈ നക്ഷത്ര ജാതകർ ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്കൊരു സമ്മാനം ഉറപ്പാണ്. തീർച്ചയായും ഇവർ രക്ഷപ്പെട്ടിരിക്കും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം ഉയർച്ചയാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഈ നക്ഷത്ര ജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളാണ് ഈ നക്ഷത്ര ജാതകർ അനുഭവിച്ചത്. ഇനി അനുഭവിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ച കൈമലർത്തി കാണിക്കുകയുള്ളൂ. ഒന്നുമില്ല സാറേ, ഞാനിത് ഒത്തിരി കാലം കൊണ്ട് അനുഭവിക്കുന്നതാണ്. പക്ഷെ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറ്റി, സകല ദുരിതങ്ങളും അകറ്റി ഒരുപാട് രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നു. ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്നു. ആ നല്ല നാളുകൾ ആരംഭിക്കുകയായി. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും വിഷു ആശംസകൾ. ഈ നാളുകാർ ഉള്ള വീടുകളിൽ തീർച്ചയായും ഒരു ഭാഗ്യക്കുറി എടുക്കണം. തീർച്ചയായും അവർക്ക് ഭാഗ്യക്കുറി അടിക്കും. ഇവരുടെ ജീവിതത്തിലെ സകല സങ്കടവും കേട്ട് ഭഗവാൻ ഇവർക്ക് ഒരു വലിയ പരിഹാരമെന്ന വണ്ണം ഒരു വലിയ നേട്ടം ഇവർക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. ഈ നക്ഷത്ര ജാതകരിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾ അവരോട് പറയണം, അവരുടെ ജീവിതത്തിൽ അവസരം നിറയുകയാണ് എന്ന്, അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുകയാണ് എന്ന്, അവരുടെ ജീവിതത്തിൽ സമൃദ്ധി വിളയാടുകയാണ് ഇനിയെന്ന്. ഏറ്റവും അധികം ഭാഗ്യമാണ്. വിഷുദിനത്തിൽ ആരെങ്കിലും ഒരു ലോട്ടറിക്കാരൻ നിങ്ങളുടെ അടുത്ത് വരികയാണ് എങ്കിൽ ഒരു ലോട്ടറി എടുത്തു വിടുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരും. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്ന അവരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഈ 3 നാളുകാർക്കും ധനലാഭമാണ് ഇന്നത്തെ പ്രശ്നത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്ക് അടിക്കും. ഈ നാളുകാർക്ക് എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങൾ മാറുകയാണ്. കണ്ടകശനി കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനി ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ സമയമാണ്. ഇനി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വന്ന് നിറയാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇനി സമ്പൽ സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം, ജീവിതത്തിലെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം. മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും
ഇത് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ഈ നാടുകാർക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. വിഷുദിനത്തിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ അശ്വതിയും ഭരണിയും കാർത്തികയുമുണ്ട്. സമയം തെളിയുകയാണ്. അടുത്ത നക്ഷത്രം മിഥുനക്കൂറിലും മകയിരം നക്ഷത്രമാണ്. ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ലോട്ടറി അടിക്കും, വലിയ വീട് വയ്ക്കും, വിദേശത്ത് പോകും, യൂറോപ്പിലൊക്കെ പോകാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു ഏപ്രിൽ കഴിയുമ്പോഴേക്കും അത് നടക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം ഉയർച്ചയിലേക്കാണ് ഇവർ എത്തുന്നത്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ 3 നക്ഷത്ര ജാതകരാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക. വിദേശത്തു നിന്ന് വരെ ലോട്ടറി അടിക്കും. നിങ്ങൾക്ക് അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കിടക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. സുബ്രഹ്മണ്യനെ വിളിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ്. മനസ്സിലുദ്ദേശിച്ച കാര്യം നിറവേറുന്ന സമയം, പ്രാർത്ഥനകളൊക്കെ ഫലം കാണുന്ന സമയം, ജീവിതത്തിൽ സമൃദ്ധി വന്ന് നിറയുന്ന സമയം, ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ ഇവർക്ക് കഴിയും. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പ്രാർത്ഥന നടത്തുക, പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും. അടുത്തത് മീനക്കൂറിലെ ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഒരു സൗഭാഗ്യം, ഒരു വലിയ നേട്ടം, ആശിച്ച കാര്യം നടക്കാൻ പോവുകയാണ്. അതൊരു പക്ഷേ ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധേന ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടവും വലിയ സൗഭാഗ്യം വന്നു നിറയും. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. അതീവ സമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകരെത്തും. ദുഃഖ ദുരിതങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാനുള്ള വലിയൊരു അവസരം ഇനി തുറക്കപ്പെടും. മീനക്കൂറിലെ ഉത്രട്ടാതിക്കും രേവതിക്കും ഇവർ വിചാരിച്ചതിനും അപ്പുറമുള്ള ഒരു ഭാഗ്യമാണ് വന്നു ചേരുക. ഇവർ ഗണപതി ഹോമം നടത്തണം. ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. അതൊക്കെ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ കാരണമാകും. ഈ വിഷു കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതം പാടെ മാറും. ആശിച്ചതിനും അപ്പുറമുള്ള ഒരു വലിയ സൗഭാഗ്യം ഇവർക്ക് നടന്നു കിട്ടും. ഒരു സ്വപ്നം എന്ന വണ്ണം ഇവരുടെ ജീവിതം മാറി മറിയും. ഒത്തിരി നേട്ടമായിരിക്കും ഇവർക്ക്. ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും. നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആശിച്ചതൊക്കെ നടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അതിലും അപ്പുറം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇവർ ധാരാളം ധനമുണ്ടാക്കും. സ്നേഹവും ദൈവീക കാര്യങ്ങളും താല്പര്യവും ഇവർക്കുണ്ടാകും. ഇവർ ആശിച്ചതൊക്കെ നടന്നു കിട്ടും. ഈ വിഷു ഇവർക്ക് സമ്മാനിക്കുക വലിയ വലിയ ഭാഗ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.